മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനം. വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ഷാജനെ മർദ്ദിച്ചത്. ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് മർദ്ദനം. പിന്നെ ചെയ്യുന്ന പ്രവൃത്തി വെച്ച് ആ കവളിലൊന്ന് തലോടെ ആയിരങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആ 1000-ൽ ഒരുവനായിരിക്കണം ഇപ്പൊ പൊട്ടിച്ചത് സാജൻ സക്രിയ. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കഥകൾ വളച്ചൊടിച്ച് എഴുതുമ്പോൾ സാജൻ സക്രിയ നീ ഒന്ന് ആലോചിക്കണമായിരുന്നു. എഴുതിയ കഥയിലെ കഥാപാത്രങ്ങൾ വഴിയരികിൽ എവിടെയെങ്കിലുമൊക്കെ നിനക്കുള്ള സമ്മാനങ്ങളുമായിട്ട് കാത്തു നിപ്പുണ്ടാവുമെന്ന്. അത് എഴുതുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണമായിരുന്നു. എഴുതി കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അതൊക്കെ ചിന്തിക്കാതെ എഴുതി വിടുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ നീ നേരിട്ടത്. ഒരു യൂട്യൂബ് ചാനലും കുറച്ച് സബ്സ്ക്രൈബർ ഒരു പിങ്ക് ഷർട്ട് കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ പിന്നെ നാട്ടുകാരെടുത്തിട്ട് പഞ്ഞിക്കിടില്ലേ നിന്നെ? ഇല്ലേ? ഇടും. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരും വഴി ഒരു 3 അംഗ സംഘം ഇദ്ദേഹത്തെ കാറിൽ പിന്തുടരുകയായിരുന്നു. തുടർന്ന് ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഷാജൻ സ്കറിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ചെയ്ത പ്രവർത്തിക്കുള്ള ബലമാണെന്ന് സാജൻ സക്രിയ തിരിച്ചറിഞ്ഞു. ഈ ഇരുട്ടടി അടിച്ച ആൾക്കാരോട് സാജൻ സക്രിയ ക്ഷമിച്ചിരിക്കുന്നു. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ.